ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ യൂട്യൂബിൽ ഒരു 50 ദിവസത്തെ ഒരു ചലഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 50 ദിവസത്തെ കണ്ടിന്യൂ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അങ്ങനത്തെ വർക്കുകളാണ്. ഇപ്പം സോഷ്യൽ വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. ചാരിറ്റി ആയാലും റെസ്ക്യൂ ആയാലും അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മോൻ പഠിച്ച സ്കൂളിൽ ഞാൻ നട്ട ഒരു കരിവേപ്പില കേട്ടോ. കരിവേപ്പില മാത്രമല്ല, തൊട്ടപ്പുറത്ത് മാവൊക്കെ ഉണ്ടായിരുന്നു. അത് 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടുകളൊക്കെ തേക്കുമ്പോൾ ചുമരുകളൊക്കെ തേക്കുമ്പോൾ അതിന് ഭീഷണി അതുകൊണ്ട് മുറിച്ചളഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ നട്ട കരിവേപ്പില ഇവിടെ ഒരു വലിയൊരു ഓങ്ങ് മരം ഉണ്ട്. ആ ഓങ്ങ് മരം പോയപ്പോഴാണ് ഈ കരിവേപ്പില ഒന്ന് തഴച്ച് നന്നായി വളരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കരിവേപ്പിലേക്ക് നമ്മൾ വളം ചെയ്യാൻ പോകും കേട്ടോ. വളം ചെയ്യാൻ നന്നായിട്ട് നനച്ച് വളം ചെയ്യാൻ പോകുക. അപ്പോൾ ഏതൊരു സ്ഥലത്തും ഏതൊരു മനുഷ്യന്മാരുള്ള എല്ലാ സ്ഥലത്തും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് കരിവേപ്പിലാറ്. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ സ്കൂളിലേക്കുള്ള കരിവേപ്പില കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. എല്ലാ ഭക്ഷണ സാധനങ്ങളും കരിവേപ്പില കിട്ടണം എന്നുള്ള ആഗ്രഹം കേട്ടോ. ഭക്ഷണ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ മൂടി സംരക്ഷിച്ചാണ് വേറെ പരിപാടിയൊക്കെ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഇതൊക്കെ എടുത്ത് നമ്മൾ നനച്ച് വളം ചെയ്യാൻ പോകും കേട്ടോ. മക്കളാട്ടോ വെള്ളം എടുത്ത് വരുന്നത് ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ വരുന്ന മൂത്തമ്മ പഠിച്ച സ്കൂളാട്ടത്. കയറൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഇതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ശേഷം നമ്മളിതൊന്ന് കൊടുക്കട്ടെ ഉറപ്പായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു 2 വർഷത്തോളാട്ടെ കരിവേപ്പില കുഴിച്ചിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഇതിവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കൂടെ അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ മോനാട്ടോ. മൂപ്പർ ഇത് ഞാൻ കുത്തുന്നുണ്ടപ്പോൾ പടമെടുത്ത് വന്ന് കുത്താം. അത് മതി കുത്തിയ, ബാക്കി കരിവേപ്പില പോയി പോകും. ബാക്കി അച്ഛൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 2 മക്കളെ ഞാനും കൂട്ടിയിട്ട്. കാരണം വെച്ചാൽ ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മക്കളോട് കണ്ട് പഠിക്കുന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ല, ഇവർ നാളെ സമൂഹത്തിനൊരു മാതൃകയാണെന്നുള്ളതുകൊണ്ട് ഇവരോട് ഞാൻ കൂട്ടിയാണ്. അപ്പോൾ ഇത് എന്താ നല്ല ചാണകപ്പൊടിയെ കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കരിവേപ്പില നടാൻ പോകുന്ന വെച്ചാൽ മൂത്ത മോൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂള് ഒരു കരിവേപ്പില നട്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാളെ അതിൻ്റെ വീഡിയോ ആയിരിക്കിട്ടുണ്ടാവുക. അതിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന പണികളുടെ. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കണം, തുറന്ന് കാണിക്കും. അപ്പോൾ തുറന്നൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല തീരെ ഉണങ്ങി ശുഷ്കിച്ച് തണലത്ത് മരത്തിൻ്റെ തണൽ നിന്നിട്ട് ഇപ്പം അടിപൊളിയായിട്ടോ. കുറച്ച് ഇതിൽ 1-2 ചിത്രങ്ങളൊക്കെ ഞാൻ തന്നെ വരച്ചാണ് കേട്ടോ. ആ വയലും അതുപോലെ ആ മിക്കി മൗസൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ. പഠിച്ച സ്കൂളാണ് കേട്ടത്. മൂപ്പരാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. സ്കൂളിട്ട് യൂണിഫോം ഒന്നും മാറ്റിയില്ല, അങ്ങനെ തന്നെ ഞാനും കൂട്ടി വന്നേ ഭക്ഷണം കഴിച്ചപ്പോൾ. നമ്മൾ ചാണകപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. എന്തായാലും നന്നായിട്ട് ഉഷാറാവട്ടെ. ഇവർക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.